മജ്ജിമ നികായ 103 കിണ്ടി സൂത്ത്. ഈ സൂത്രത്തിൽ ഭിക്ഷുസംഘത്തിൽ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാക്കാം, അതേപോലെ തന്നെ ധ്യാനകേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ശരിയാക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭിക്ഷുസംഘത്തിനും അതേപോലെ തന്നെ ധ്യാനകേന്ദ്രം നടത്തുന്നവർക്കും ഭഗവാന്റെ ഈ ഉപദേശം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കുശിനാര എന്ന് പറയുന്ന സ്ഥലത്ത് ബലി കൊടുക്കുന്ന ഒരു കാട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെയാണോ കരുതുന്നത്? ശ്രമണ ഗൗതമൻ ധർമ്മം പഠിപ്പിക്കുന്നത് ചീവരം അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്, ഭിക്ഷാന്നത്തിന് വേണ്ടിയിട്ടാണ്, താമസിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജന്മമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് മിക്ക മതങ്ങളിലും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: എങ്ങനെ നമ്മൾക്ക് സ്വർഗരാജ്യത്ത് പോയിട്ട് ചേരാം, എങ്ങനെ നമ്മൾക്ക് ദേവലോകത്ത് പോയിട്ട് ചേരാം. ഇതാണ് മിക്ക മതങ്ങളുടെയും ലക്ഷ്യം. എന്നാൽ ഭഗവാൻ പഠിപ്പിക്കുന്ന ധർമ്മത്തിൻ്റെ ലക്ഷ്യം അതല്ല, പരിപൂർണ വിമുക്തി അല്ലെങ്കിൽ നിർവ്വാണം, വീണ്ടും ജന്മമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഭിക്ഷുക്കൾ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഗുരുവേ, ഞങ്ങൾ അങ്ങനെയല്ല താങ്കളെപ്പറ്റി കരുതുന്നത്. താങ്കൾ വസ്ത്രത്തിന് വേണ്ടിയിട്ടോ ഭിക്ഷാന്നത്തിന് വേണ്ടിയിട്ടോ താമസിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജന്മമെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല ധർമ്മം പഠിപ്പിക്കുന്നത്. ഭിക്ഷുക്കളെ, ഇതിനു വേണ്ടിയിട്ട് അല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ധർമ്മം പഠിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, ബന്ദേ, ഞങ്ങൾ താങ്കളെപ്പറ്റി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഭഗവാന് ഞങ്ങളോട് അനുകമ്പ ഉണ്ട്. അതിനാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്തു തരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അനുകമ്പ മൂലമാണ് അദ്ദേഹം ധമ്മം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളോട് അനുകമ്പയുള്ളതുകൊണ്ടാണ് ഞാൻ ധർമ്മം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭിക്ഷുക്കളെ, നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ എൻ്റെ സ്വയദർശനത്തിലൂടെ അറിഞ്ഞ ഈ ധർമ്മത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കണം. ഞാൻ എൻ്റെ സ്വയദർശനത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഭഗവാൻ പറയുന്നത് 37 ബോധിഭക്തീയ ധർമ്മത്തെക്കുറിച്ചിട്ടാണ്. 4 തരത്തിലുള്ള സതിപഠാനം, 4 തരത്തിലുള്ള സമ്മപധാന, 4 തരത്തിലുള്ള ഇദ്ധിപാദം, 5 ഇന്ദ്രിയം, 5 ബലം, 7 ബോധ്യംഗം, 8 ആര്യ അഷ്ടാംഗിക മാർഗം. അതിനാൽ നിങ്ങളെല്ലാവരും ഐക്യത്തോടുകൂടി ഈ കാര്യങ്ങളെ അഭ്യസിക്കണം. വിവാദത്തിൽ ഏർപ്പെടരുത്. മറ്റുള്ളവരോട് ബഹുമാനപൂർവ്വം പെരുമാറണം. 37 ബോധിഭക്തീയ ധർമ്മത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 4 സതിപഠാനം ഉണ്ട്, 4 സമ്മപധാന, അതായത് സമ്മാവായാമോ, ആര്യ അഷ്ടാംഗിക മാർഗത്തിലെ സമ്മാവായാമോ തന്നെയാണ് ഇവിടെ സമ്മപധാന എന്ന് പറയുന്നത്. 4 ഇദ്ധിപാദം, അതായത് ചന്ത ഇദ്ധിപാദം, വീര്യ ഇദ്ധിപാദം, ചിത്ത ഇദ്ധിപാദം, മീമാംസ ഇദ്ധിപാദം. ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെലക്ഷൻ എന്നാണ്. നമ്മൾ എപ്പോഴും ധർമ്മത്തിൻ്റെ പാത മാത്രം തിരഞ്ഞെടുക്കുന്നു. വീര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിശ്രമമാണ്. ചിത്തം എന്ന് പറയുന്നത് സമാധിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സമാധി പുഷ്ടമാക്കാൻ നമ്മൾ ശ്രമിക്കും. അതേപോലെ തന്നെ മീമാംസ എന്ന് പറയുന്നത് പ്രജ്ഞ, അതാണ്. 5 ഇന്ദ്രിയവും 5 ബലവും ഒന്നു തന്നെയാണ്. സാധാരണ വിപശ്യന ധ്യാനത്തിൽ നമ്മുടെ 5 മിത്രങ്ങളെക്കുറിച്ചിട്ട് പറയാറുണ്ട്. അതുതന്നെയാണ് 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 5 ബലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ 7 ബോധ്യാംഗങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ബോധ്യാംഗം ഉണ്ട്. അതേപോലെ തന്നെ ആര്യ അഷ്ടാംഗിക മാർഗവും ഉണ്ട്. ഇതിനെയാണ് 37 ബോധിഭക്തീയ ധമ്മം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, നിങ്ങൾ അങ്ങനെ വഴക്കില്ലാതെ ഐക്യത്തോടുകൂടി മിത്രതയോടുകൂടി അഭ്യസിക്കുന്ന സമയത്ത് ധർമ്മത്തെപ്പറ്റി 2 ഭിക്ഷുക്കൾക്ക് ഇടയിൽ ചില മതഭേദങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഈ 2 ആയുഷ്മാന്മാർ
അർത്ഥത്തിലും അതേപോലെ തന്നെ വാക്യത്തിലും അതിൽ രണ്ടിലും പരസ്പരം അവർ യോജിക്കുന്നില്ല. അപ്പോൾ ആ രണ്ട് ആയുഷ്മാന്മാരിൽ ഏത് ആയുഷ്മാനാണോ കൂടുതൽ മൈത്രിപൂർണത്തോടുകൂടി അല്ലെങ്കിൽ മിത്രതയോടുകൂടി പെരുമാറുന്നത്, ആ ആയുഷ്മാൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ഇങ്ങനെ പറയണം: ആയുഷ്മാൻ ഈ വാക്കിലും അതേപോലെ തന്നെ അർത്ഥത്തിലും യോജിക്കുന്നില്ല. എന്നാൽ ആയുഷ്മാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ വാക്യത്തിലും അതേപോലെ തന്നെ അർത്ഥത്തിലും യോജിക്കാതെ വരാനുള്ള കാരണം. അതിനാൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവാദത്തിൽ ഏർപ്പെടരുത്. എന്നിട്ട് അവർ മറുഭാഗത്ത് നിൽക്കുന്ന ഭിക്ഷുവിൻ്റെ പക്ഷത്തുള്ള മിത്രതയോടുകൂടി പെരുമാറുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ഇങ്ങനെ പറയണം: ആയുഷ്മാൻ ഈ വാക്യത്തിലും അതേപോലെ തന്നെ അർത്ഥത്തിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ആയുഷ്മാൻ ഈ കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ വാക്യത്തിലും അർത്ഥത്തിലും വ്യത്യാസം വന്നത്, വിയോജിപ്പ് വന്നത്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയണം. അതുമൂലം ദയവ് ചെയ്ത് വിവാദത്തിൽ ഏർപ്പെടരുത് എന്ന് പറയണം. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം സതിപഠാന സൂത്രത്തിൽ കാണാം. പരിമുഖം സതിം ഉപക്ഷവിത്വ എന്ന ആ വാക്ക്, അത് ഒരുപാട് സംശയത്തിനും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ചിലർ പറയും മുഖത്തിന് ചുറ്റുമാണെന്ന്, ചിലർ പറയും മുഖത്തിന് മുൻപാണെന്ന്, ചിലർ പറയും മേൽചൂണ്ടിന് മുകളിൽ മൂക്കിന് താഴെയാണെന്ന്. അതേപോലെ തന്നെ പ്രസംഭയം കാൽസംകാരം എന്ന വാക്കിനും ഇതേപോലെ തന്നെ പലതരത്തിലുള്ള നിർവചനങ്ങൾ ആൾക്കാർ കൊടുക്കാറുണ്ട്. അതിനാൽ ഭിക്ഷുക്കളെ, ഏതൊന്ന് തെറ്റായിട്ട് ഗ്രഹിച്ചുവോ അത് തെറ്റായിട്ട് ഓർമ്മിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഏത് കാര്യം ശരിയായിട്ട് ഓർമ്മിക്കുന്നുവോ അത് ശരിയായിട്ട് തന്നെയാണ് ഓർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ധർമ്മവും വിനയവും പഠിപ്പിക്കുവാൻ, അതിനെപ്പറ്റി സംസാരിക്കുവാൻ. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചേക്കാം: ഈ രണ്ട് ആയുഷ്മാന്മാർ അർത്ഥത്തിൽ അവർ പരസ്പരം യോജിക്കുന്നു, എന്നാൽ വാക്യത്തിൽ അവർ യോജിക്കുന്നില്ല. വാക്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അർത്ഥത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ആയുഷ്മാന്മാരിൽ മൈത്രിയുള്ള ആയുഷ്മാൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയണം: ആയുഷ്മാൻ ഇതിൻ്റെ അർത്ഥത്തിനോട് യോജിക്കുന്നു, പക്ഷേ വാക്യത്തിനോട് യോജിക്കുന്നില്ല. എന്നാൽ ആയുഷ്മാൻ ഈ കാര്യം മനസ്സിലാക്കണം, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അർത്ഥത്തിൽ യോജിക്കാതെ വന്നത്, എന്നാൽ വാക്യത്തിൽ യോജിച്ചത്. ആയതിനാൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവാദത്തിൽ ഏർപ്പെടരുത്. എന്നിട്ട് മറ്റേ ആയുഷ്മാൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മര്യാദാപൂർവം സംസാരിക്കുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ഇങ്ങനെ പറയണം: ഈ ആയുഷ്മാൻ അർത്ഥത്തോട് യോജിക്കുന്നില്ല, പക്ഷേ വാക്യത്തോട് യോജിക്കുന്നു. എന്നാൽ ആയുഷ്മാൻ ഈ കാര്യം അറിയണം, ഈ കാരണങ്ങൾ കൊണ്ടാണ് അർത്ഥത്തോട് യോജിക്കാതെ വരുന്നത്, വാക്യത്തോട് യോജിക്കുന്നത്. അതിനാൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവാദത്തിൽ ഏർപ്പെടരുത്. അതിനാൽ ഭിക്ഷുക്കളെ, തെറ്റായിട്ട് ഓർമ്മിച്ചതിനെ തെറ്റായിട്ട് ഓർമ്മിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരിയായിട്ട് ഗ്രഹിച്ചതിനെ ശരിയായിട്ട് ഗ്രഹിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ധർമ്മ വിനയത്തെപ്പറ്റി സംസാരിക്കാനും പഠിപ്പിക്കാനും. ഭിക്ഷുക്കളെ, ഇനി നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചേക്കാം: ഈ രണ്ട് ആയുഷ്മാന്മാർ അർത്ഥത്തിൽ യോജിക്കുന്നു, പക്ഷേ വാക്യത്തിൽ യോജിക്കുന്നില്ല. അതിനാൽ ഈ രണ്ട് ഭിക്ഷുക്കളിൽ ഏറ്റവും മര്യാദപൂർണമായിട്ട് പെരുമാറുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ഇങ്ങനെ പറയണം: ആയുഷ്മാൻ ഇതിൻ്റെ അർത്ഥത്തോട് യോജിക്കുന്നു, പക്ഷേ ഇതിൻ്റെ വാക്യത്തോട് യോജിക്കുന്നില്ല. അതിനാൽ ആയുഷ്മാൻ ഈ കാര്യം അറിയണം, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥത്തോട് യോജിപ്പ് വന്നത്, വാക്യത്തോട് യോജിപ്പ് വരാതിരിക്കാനുള്ള കാരണം എന്താണ്. വാക്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാൽ ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ദയവ് ചെയ്ത് വിവാദത്തിൽ ഏർപ്പെടരുത്. എന്നിട്ട് അവർ മറുപക്ഷത്ത് നിൽക്കുന്ന ഭിക്ഷുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മര്യാദയോടുകൂടി സംസാരിക്കുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ഇങ്ങനെ പറയണം: ആയുഷ്മാന്മാർ അർത്ഥത്തോട് യോജിക്കുന്നു, പക്ഷേ വാക്യത്തിൽ യോജിക്കുന്നില്ല. എന്നാൽ ആയുഷ്മാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അർത്ഥത്തിൽ യോജിപ്പ് വന്നത്, വാക്യത്തിൽ യോജിപ്പ് വരാതിരുന്നത്. വാക്യം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ഇത്രയും ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് വിവാദത്തിൽ ഏർപ്പെടരുത്. അതിനാൽ ഭിക്ഷുക്കളെ, ശരിയായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തെ
ശരിയായിട്ട് തന്നെ നിങ്ങൾ ഓർക്കണം. തെറ്റായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തെ തെറ്റായിട്ട് തന്നെ നിങ്ങൾ ഓർക്കണം. ഇതിനെ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ധർമ്മവിനയത്തെപ്പറ്റി പഠിപ്പിക്കാനും അതേപോലെ തന്നെ പറയുവാനും. ഭിക്ഷുക്കളെ, ഇനി നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചേക്കാം, ഈ രണ്ട് ആയുഷ്മാന്മാർ അർത്ഥത്തിലും അതേപോലെ തന്നെ വാക്യത്തിലും യോജിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആയുഷ്മാന്മാരിൽ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ആയുഷ്മാൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, ആയുഷ്മാന്മാർ ഇതിൻ്റെ അർത്ഥത്തിലും വാക്യത്തിലും യോജിക്കുന്നുണ്ട്. എന്നാൽ ആയുഷ്മാന്മാർ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥത്തിലും വാക്യത്തിലും യോജിപ്പ് വന്നത് എന്നുള്ള കാര്യത്തെ അറിയണം. അതിനാൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവാദം ഉണ്ടാക്കരുത്. എന്നിട്ട് മറുഭാഗത്ത് നിൽക്കുന്ന ഭിക്ഷുവിൻ്റെ പക്ഷം പിടിക്കുന്ന മര്യാദപൂർവ്വം സംസാരിക്കുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയണം, ആയുഷ്മാന്മാർ വാക്യത്തിലും അർത്ഥത്തിലും യോജിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് വാക്യത്തിലും അർത്ഥത്തിലും യോജിച്ചത് എന്നുള്ള കാര്യത്തെപ്പറ്റി താങ്കൾ അറിയണം. അതിനാൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി വിവാദത്തിൽ ഏർപ്പെടരുത്. അതിനാൽ ശരിയായിട്ടുള്ള രീതിയിൽ ഓർമ്മിച്ചതിനെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ആണ് ഓർമ്മിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇതിനെപ്പറ്റി ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ധർമ്മത്തെപ്പറ്റിയും വിനയത്തെപ്പറ്റിയും സംസാരിക്കുവാനും പഠിപ്പിക്കുവാനും. നിങ്ങൾ ഇതേപോലെ തന്നെ യോജിപ്പോടുകൂടി അഭ്യസിക്കുന്ന സമയത്ത്, പരസ്പരം ബഹുമാനിക്കുന്ന സമയത്ത്, പരസ്പരം വാദവിവാദത്തിൽ ഏർപ്പെടാതിരിക്കുന്ന സമയത്ത്, ഒരു പക്ഷേ അവരിൽ ഒരു ഭിക്ഷു ചിലപ്പോൾ ഏതെങ്കിലും തെറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ നിയമത്തെ മറികടന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആ ഭിക്ഷുവിനെ കുറ്റം പറയരുത്. അതായത് ധൃതി വെച്ച് ആ ഭിക്ഷുവിനെ ഒരിക്കലും കുറ്റം പറയരുത്. ആ വ്യക്തി സ്വയം ഇങ്ങനെ പരിശോധിക്കണം, എനിക്ക് കഷ്ടമുണ്ടാകില്ല, അതേപോലെ തന്നെ ആ വ്യക്തിക്കും കഷ്ടമുണ്ടാകില്ല. എന്തെന്നാൽ ആ വ്യക്തി ക്രോധവാനല്ല, ഉള്ളിൽ വൈരം സൂക്ഷിക്കുന്ന വ്യക്തിയല്ല. അവർ അവരുടെ ദർശനത്തെ മുറുകെ പിടിക്കുന്നില്ല, അതിനെ അവർക്ക് എളുപ്പത്തിൽ വിടാൻ സാധിക്കും. എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മത്തിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ ഏതെങ്കിലും വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തിയെ തിരുത്തേണ്ടത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പക്ഷേ ഇന്ന് മിക്ക ധ്യാനകേന്ദ്രങ്ങളിലും ഇതല്ല അവസ്ഥ. ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തിയുടെ തെറ്റ് തിരുത്താനാണ് എല്ലാവരും ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് ആ വ്യക്തിയോട് പറയുകയാണെങ്കിൽ എനിക്കും കഷ്ടമുണ്ടാകും, ആ വ്യക്തിക്കും കഷ്ടമുണ്ടാകും, അവർക്ക് ദ്വേഷമുണ്ടാകും, അതുകൂടാതെ മനസ്സിൽ അവർ വിദ്വേഷം സൂക്ഷിക്കുകയും ചെയ്യും. എന്നാലും ആ വ്യക്തി സ്വന്തം ദർശനത്തോട് ഒട്ടിപ്പിടിക്കുന്നില്ല, അതിനെ വളരെ എളുപ്പത്തിൽ ആ വ്യക്തി ഉപേക്ഷിക്കുന്നു. അതിനാൽ എനിക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ അകുശലധർമ്മത്തിൽ നിന്ന് മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അതിനാൽ ആ വ്യക്തിക്ക് അല്പം കഷ്ടം തോന്നുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മത്തിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അതായത് ഈ വ്യക്തിക്ക് മനസ്സിൽ മൈത്രിയാണ് ഉള്ളത്, അതാണ് ഇവിടെ എടുത്തു പറയുന്ന കാര്യം. നമ്മുടെ മനസ്സിൽ മൈത്രി ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും മറ്റേ വ്യക്തിയെ ഉപദേശിക്കാൻ പോകരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ ആ വ്യക്തിയോട് തീർച്ചയായിട്ടും സംസാരിക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ നിങ്ങൾ ഈ രീതിയിലാണ് കരുതുന്നത്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഷ്ടമുണ്ടാകും, പക്ഷേ മറ്റേ വ്യക്തിക്ക് കഷ്ടമുണ്ടാകില്ല. എന്തെന്നാൽ ആ വ്യക്തി ക്രോധമുള്ള വ്യക്തിയല്ല, വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയല്ല. എന്നാലും അവർ അവരുടെ ദർശനത്തോട് മുറുകെ പിടിക്കുന്നു, അതിനെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. എന്നിരുന്നു കഴിഞ്ഞാലും എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മങ്ങളിൽ നിന്ന് മാറ്റി കുശലധർമ്മങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. എനിക്ക് കഷ്ടമുണ്ടാകുന്നത് ഒരു നിസ്സാര കാര്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മങ്ങളിൽ നിന്നും മാറ്റി കുശലധർമ്മങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അതായത് പാപകർമ്മങ്ങളിൽ നിന്ന് മാറ്റി പുണ്യകർമ്മങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് കരുതുന്നത് എന്ന് കരുതുക. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഷ്ടമുണ്ടാകും, ആ വ്യക്തിയുടെ മനസ്സിനും കഷ്ടമുണ്ടാകും. എന്തെന്നാൽ ആ വ്യക്തി ദ്വേഷമുള്ള വ്യക്തിയാണ്, മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൂടാതെ ആ വ്യക്തിയുടെ ദർശനത്തെ മുറുകെ പിടിക്കുന്നു,
ആ ദർശനത്തെ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല. എന്നിരുന്നാലും എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മങ്ങളിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. എന്നാൽ എനിക്ക് കഷ്ടമുണ്ടാകുന്നു, മറ്റേ വ്യക്തിക്കും കഷ്ടമുണ്ടാകുന്നു, അത് ചെറിയൊരു കാര്യമാണ്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മങ്ങളിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് കരുതുക: എനിക്ക് കഷ്ടമുണ്ടാകും, അതേപോലെ തന്നെ മറ്റേ വ്യക്തിക്കും കഷ്ടമുണ്ടാകും. എന്തെന്നാൽ ആ വ്യക്തി ദ്വേഷമുള്ള വ്യക്തിയാണ്, ആ വ്യക്തി മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അവർ അവരുടെ ദർശനത്തെ മുറുകെ പിടിക്കുന്നു, ആ ദർശനങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. അതുകൂടാതെ എനിക്ക് ആ വ്യക്തിയെ അകുശലധർമ്മങ്ങളിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിക്കാനും സാധ്യമല്ല. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപേക്ഷയോടുകൂടി നിങ്ങൾ ഇരിക്കണം. അതായത് ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കരുത്, നിങ്ങൾ സമതയോടുകൂടി ഇരിക്കുക. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇതേപോലെ ഐക്യത്തോടുകൂടി അഭ്യസിക്കുന്ന സമയത്ത്, മറ്റുള്ളവരെ ബഹുമാനത്തോടുകൂടി കാണുന്ന സമയത്ത്, പരസ്പരം വഴക്കില്ലാതെ കഴിയുന്ന സമയത്ത്, ചിലപ്പോൾ ഒരു പക്ഷം നേരത്തെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ ദർശനത്തോട് വെറുപ്പ് അവർക്ക് ഉണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, കടുത ഉണ്ടാകും, അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മൈത്രിപൂർണമായിട്ട് പെരുമാറുന്ന ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ, ആ വ്യക്തി ഒരു പക്ഷത്താണ് നിൽക്കുന്നത്, ആ വ്യക്തിയുടെ അടുത്ത് പോവുക. എന്നിട്ട് ആ വ്യക്തിയോട് ഇങ്ങനെ പറയുക: ആയുഷ്മാൻ, നമ്മൾ ഇപ്പോൾ അഭ്യസിക്കുകയാണ്. നേരത്തെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പക്ഷം വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശ്രമണന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനെ നിന്ദിക്കില്ലേ? ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷു ഇങ്ങനെ പറയും: തീർച്ചയായിട്ടും ശ്രമണൻ ഈ കാര്യത്തെ നിന്ദിക്കും. അങ്ങനെയാണെങ്കിൽ മിത്രമേ, അതിനെ ഉപേക്ഷിക്കാതെ നമ്മൾക്ക് നിർവ്വാണത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷു ഇങ്ങനെ പറയും: ഇല്ല മിത്രമേ, അതിനെ ഉപേക്ഷിക്കാതെ നമ്മൾക്ക് ഒരിക്കലും നിർവ്വാണത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. എന്നിട്ട് അവർ മറുപക്ഷത്ത് ഉള്ള ഏതെങ്കിലും മിത്രതയോടുകൂടി പെരുമാറുന്ന ഭിക്ഷുവിൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് ആ ഭിക്ഷുവിനോട് ഇങ്ങനെ പറയണം: മിത്രമേ, നമ്മൾ ഇപ്പോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു പക്ഷം നേരത്തെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു. ശ്രമണൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ നിന്ദിക്കില്ലേ? ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷു പറയും: തീർച്ചയായിട്ടും ശ്രമണൻ അതിനെ നിന്ദിക്കും. എങ്കിൽ മിത്രമേ, അതിനെ ഉപേക്ഷിക്കാതെ നമ്മൾക്ക് നിർവ്വാണം ലഭിക്കുമോ? ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷു പറയും: ഇല്ല മിത്രമേ, നമ്മൾക്ക് ഒരിക്കലും അതിനെ ഉപേക്ഷിക്കാതെ നിർവ്വാണം ലഭിക്കില്ല. മറ്റുള്ളവർ ആ ഭിക്ഷുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണെന്ന് കരുതുക: ആ ഭിക്ഷുക്കളെ അകുശലധർമ്മത്തിൽ നിന്നും മാറ്റി കുശലധർമ്മത്തിൽ പ്രതിഷ്ഠിച്ച വ്യക്തി താങ്കൾ തന്നെയാണോ? ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷു ഇങ്ങനെ പറയണം: മിത്രമേ, ഞാൻ ഭഗവാനെ സമീപിച്ചു. ഭഗവാൻ എനിക്ക് ധർമ്മം പഠിപ്പിച്ചു തന്നു. അതിനെ കേട്ടതിന് ശേഷം ഞാൻ ആ കാര്യം ആ ഭിക്ഷുക്കളോട് അതിനെ വിവരിച്ചു കൊടുത്തു. ആ ഭിക്ഷുക്കൾ ആ കാര്യം കേട്ടപ്പോൾ, ആ ധർമ്മം കേട്ടപ്പോൾ, അവർ അകുശലധർമ്മങ്ങളിൽ നിന്ന് മാറി കുശലധർമ്മത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയുന്ന സമയത്ത് ആ ഭിക്ഷു സ്വയം പുകഴ്ത്തുന്നില്ല, അതുകൂടാതെ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നും ഇല്ല. ധർമ്മത്തിന് അനുസരിച്ച രീതിയിൽ തന്നെയാണ് ആ ഭിക്ഷു ഉത്തരം പറഞ്ഞത്. ആ ഭിക്ഷുവിനെ നിന്ദിക്കാൻ യാതൊരുവിധ കാരണവും ഇല്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൃപ്തരായി. എന്നിട്ട് ഭഗവാന്റെ വചനത്തെ അനുമോദിച്ചു. കിണ്ടിസൂക്തം നിഷ്ഠിതം. സംഘത്തിലോ ധ്യാനകേന്ദ്രത്തിലോ വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യമാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഈ സൂത്രം ഫോർവേഡ് ചെയ്യുക. കൂടുതൽ സൂത്രങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് മുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് മുക്തരാകട്ടെ.
ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.